എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്ത് ഞാൻ ഓർക്കും, ചില സമയത്ത് ഓർക്കത്തില്ല. ഇന്നങ്ങ് പാലങ്ങ് ഒഴിച്ചു പോയി. പിന്നെ ഇന്ന് അവന് കോഫിയാണ് കൊടുത്തത്. അപ്പം അതിന് ശേഷം ഞാനിന്ന് ഉണ്ടാക്കുന്നതേ, ഞങ്ങൾ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പിട്ട് ചർച്ചിൽ നിന്ന് ഞങ്ങൾക്ക് ചർച്ചിൽ നിന്ന് മീറ്റിംഗ് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും നാസ്ത ഇങ്ങനെ തരുമല്ലേ. അപ്പോൾ അന്ന് തന്നത് ഇതുപോലെ പിന്നെ ഒരു ടോസ്റ്റാണ് തന്നത്, ബ്രെഡ് ടോസ്റ്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ മുട്ടയൊക്കെ വെച്ച്, അപ്പം അതിൻ്റെ അകത്ത് ചീസും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഐഡിയയിൽ നിന്ന് അത് ഉണ്ടാക്കി ഇവർക്ക് കൊടുക്കാമെന്ന് വെച്ച്. ഇത് അവിടുന്ന് കഴിച്ചിട്ട് ഈ പിള്ളേർ പ്രൈസനാണെങ്കിൽ ഒരു പീസ് കഴിച്ചിട്ട് വീണ്ടും അവിടെ നിൽക്കുക, ഇഷ്ടമായി നല്ലയാന്നും പറഞ്ഞ്. ഞാൻ നേരം അത് ചെയ്യാമെന്നുള്ള രീതിയിൽ എന്നും എന്താ ഈ ടിഫിൻ കൊടുത്ത് വിടുന്നതെന്നുള്ള ടെൻഷനാണ് എല്ലാവർക്കും. അപ്പം ഞാനിങ്ങനെ ഈ സവാള പൊടിയായിട്ട് അരിഞ്ഞു, എന്നിട്ട് ഒരു പച്ചമുളക് അരിഞ്ഞിട്ടാണ്. സാധാരണ ഞാൻ ഇങ്ങനെയുള്ളതിലൊന്നും പച്ചമുളക് ചേർക്കുന്നില്ല, പക്ഷേ അതിൻ്റെ അകത്ത് പച്ചമുളക് ഉണ്ടായിരുന്നു. പച്ചമുളക് കൂടെ ചേർത്തപ്പോഴാണ് ഒരു ടേസ്റ്റ് വന്നത്. അപ്പം ഞാൻ ആ പച്ചമുളകും ചേർത്ത്, പിന്നെ ആദ്യം ചിന്തിച്ച് ടൊമാറ്റോ അരിയേണ്ടത്, പിന്നെ ചിന്തിച്ച് ടൊമാറ്റോയുടെ അരിയാണ്. എന്നിട്ട് ഇച്ചിരി മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് അപ്പം ഞാനൊരു ടൊമാറ്റോയുടെ വളരെ തിന്നായിട്ട് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് മുട്ടയ്ക്കകത്ത് ചേർക്കാൻ, ഒരു മുട്ടയ്ക്ക് ഇത്തിരി ഒരു ഫില്ലിങ് കിട്ടുമല്ലോ. സാധാരണ ഇവിടെ ഞാൻ മുട്ട പൊരിക്കുമ്പം ഒന്നും ചേർക്കത്തില്ല, പ്ലെയിനായിട്ട്. പോള് ചിലപ്പോൾ പറയും ഇച്ചിരി സവാള അരിഞ്ഞ് ചേർക്കുന്നത്, അല്ലാതെ പ്ലെയിനായിട്ടാണ് കൂടുതൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനങ്ങനെ ഒരു 2-3 മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുട്ട കൂടുതൽ ചേർക്കണമെങ്കിൽ, നല്ല ഇത്തിരി തിക്കായിട്ട് മുട്ട പൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പം 3 എണ്ണ ചേർത്തുള്ളേ. എന്നിട്ട് ഇതിൽ ഞാൻ കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ പച്ചമുളക് അവോയ്ഡ് ചെയ്തിട്ട് വേണേൽ മുളക് പൊടിയും ചേർക്കാം. അപ്പം ഞാൻ ഇച്ചിരി പച്ചമുളകാണ് ചേർത്തത് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഈ തണുപ്പുകൊണ്ടാണോ എന്നറിയത്തില്ല, രാവിലെ എണീറ്റ് വരുമ്പോൾ കുറച്ച് നേരത്തേക്കിന് തുമ്മലും കോൾഡും ഒക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അങ്ങ് ഭയങ്കര തുമ്മലും ഇതും സഹിക്കാൻ പറ്റത്തില്ലെന്നുള്ളത്. പിന്നെ ഞാൻ കലക്കിയുണ്ണ ചിന്തിച്ച് ബാറ്റർ കുറവായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചേ. അപ്പോൾ പാനിൽ ഉണ്ടാക്കാൻ നോക്കിയുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഒന്ന് കൂടുതലായി പോയി. അപ്പം ഞാനതെന്തോ എനിക്കൊരു വേറൊരു കുഞ്ഞു പാത്രം ഉണ്ടല്ലോ, ഓയിൽ പാത്രം, അതിൻ്റെ അകത്ത് ആ ഓയിലിങ് തിരിച്ചൊഴിച്ചിട്ട് അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ഇങ്ങനെ ചെയ്ത്, അത്രയും ഓയിലിൽ ചെയ്യണ്ടെന്നും പറഞ്ഞു. ഞാനാണെങ്കിൽ ഇതൊന്ന് ഇച്ചിരി ഒന്ന് അടച്ച് വെച്ചായിരുന്നു. അപ്പം വെപ്രാളത്തിന് രാവിലെ ആകുമ്പോൾ ഭയങ്കര വെപ്രാളമല്ലേ. അപ്പോൾ അതൊന്ന് തിരിച്ചിടാൻ നോക്കിയിട്ട് അത് ശരിക്ക് അതങ്ങോട്ട് വെന്തില്ല. അതിന് പോലും സമയം കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇച്ചിരി നേരം കൂടെ ഒന്ന് നിൽക്കട്ടെ എന്നും പറഞ്ഞു. പിന്നെ എന്തുവന്നേലും തിരിച്ചൊക്കെ ഇട്ടു. അങ്ങനെ ഞാനിങ്ങനെ 2-3 എണ്ണം ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടേ. പിന്നെ ഞാൻ ആ പാനിൻ്റെ സൈഡിലൊക്കെ ഇച്ചിരി ഒന്ന് ഓയിലൂടെ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തു. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ സൺഡേലത്തെ വീഡിയോ ഇടുന്നുണ്ട്, ഇവന്മാരുടെ കുക്കിങ്, പോളിൻ്റെയും പ്രൈസൻ്റെയും. അപ്പോൾ ഞാൻ ഈ മുട്ട ഇങ്ങനെ പൊരിച്ചിട്ടേ 4 പീസാക്കി. കാരണം ഞാൻ കാണിക്കാം ഞാൻ എങ്ങനെ വെച്ചേന്ന്. ഞാനിങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഒരു ഐഡിയ ഇല്ല. പിന്നെ ഒരു ഐഡിയയിൽ ആ ബ്രെഡിൻ്റെ അകത്ത് കവർ ചെയ്ത് വെക്കണ്ടേ. എന്താന്നേലും സാധനം നല്ല അടിപൊളിയായിരുന്നു, പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു. എന്നും ഇതുണ്ടാക്കണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നും ഉണ്ടാക്കണ്ട, ചില ദിവസമൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോഴേ നിങ്ങളോടൊരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി മക്കളുമാരെ. ഞാൻ ആരംഭത്തിലേ അത് പറയാനായിട്ട് ഇരുന്നതാണ്, പക്ഷെ അങ്ങ് വിട്ടുപോയി. എന്തുവാന്നോ, എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഫോൺ കോൾ വന്ന് കാനഡയിൽ നിന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ഒരാളാണ്.
അപ്പം എനിക്ക് ഇപ്പം നാട്ടിൽ വരുന്നുണ്ട്, ഈ അടുത്ത മാസം അങ്ങനെ നാട്ടിൽ വരുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ബിജിയുടെ വീഡിയോ എല്ലാം കാണുന്നതാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, അച്ചാർ വാങ്ങിക്കണമെന്നുണ്ട്, ഞാൻ നാട്ടിൽ വരുമ്പോൾ അച്ചാർ ഓർഡർ ചെയ്യാം, ബിജിക്ക് ഞാൻ നാട്ടിൽ വരുമ്പോൾ എന്തോ കൊണ്ടുവരണം. അപ്പോൾ അത് കേട്ടോണ്ടെങ്കിൽ എനിക്കങ്ങനെ വല്ലാതെ ഞാൻ പറയോ എനിക്കൊന്നും വേണ്ട, ഈ സ്നേഹം മാത്രം മതി. അപ്പോൾ ഞാൻ ചിന്തിക്കും, അയ്യോ എത്രയോ പേര് ദൂര രാജ്യത്തിരുന്നാണേലും നമ്മളെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ടെന്നുള്ളത്, നമുക്ക് ആരുടെയും ഒന്നും വേണ്ട, പക്ഷേ ആ ഒരു സ്നേഹം അതെന്നും നിലനിൽക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാനങ്ങനെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് അയ്യോ ഇല്ലില്ല ബിജിക്ക് എന്തെങ്കിലും ഞാൻ കൊണ്ടുതരും, മക്കളെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, പ്രൈസ മോനെയൊക്കെ ഒത്തിരി ഇഷ്ടമാണ് എന്നും പറഞ്ഞ്. അയ്യോ എനിക്കത് കേട്ടോണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മളുടെ ഒരു അടുത്ത ഏതോ ബന്ധം എന്ന രീതിയിലാണ് ആ സംസാരം. എന്തോ അതിന് ഈ വീഡിയോയും ആൾ കാണും. എൻ്റെ അടുത്ത് പറഞ്ഞ് വിജി ആരുടെ അടുത്തൊന്നും പറയൊന്നും വേണ്ട, ഞാൻ എന്തെങ്കിലും വിജിക്ക് ഞാൻ നാട്ടിൽ ചെന്നിട്ട് അയച്ചു തരാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഞാനിത് പറയണോ, ആദ്യമേ ഇൻട്രോയിൽ പറയണമെന്നും പറഞ്ഞിരുന്നേ കേട്ടോ, പക്ഷേ ഞാനങ്ങ് മറന്നുപോയി. അപ്പോൾ ഇതുപോലെ ഇന്നാളീ USA നിന്ന് ഒരാൾ അയച്ചായിരുന്നു, അത് പാവം സർപ്രൈസായിട്ട് എനിക്ക് അയച്ചതാണ്. പക്ഷേ അഡ്രസ്സ് തെറ്റിപ്പോയി, അത് സാധനത്തിനേക്കായി കൂടുതൽ കൊറിയർ ആയായിരുന്നു. അവിടെ നിന്നൊക്കെ ഇങ്ങനെ അയക്കുകയെന്ന് വെച്ചാൽ കൊറിയർ ഒത്തിരി ആവത്തില്ലേ, അപ്പം തിരിച്ചാ സാധനം അങ്ങ് ചെന്നെന്നുള്ളതാണ്. അന്നേരം രാവിലത്തേക്ക് ഞാൻ അത് പിന്നെ അങ്ങ് ഇല്ല ടോസ്റ്ററിൽ വെച്ച് ടോസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ രാവിലത്തേക്ക് കഴിഞ്ഞതിന് ശേഷം എന്താ കറി വെക്കുന്നത്, കറി വെക്കാനൊന്നും ഇല്ലായിരുന്നു. ഞാൻ നോക്കണ കുറേ ടൊമാറ്റോ ഇരിപ്പുണ്ട്. അപ്പം ടൊമാറ്റോ 2 തീര ടൊമാറ്റോ അറിയാതെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാൻ ചിന്തിച്ചെന്നാൽ ഇന്നൊരു ടൊമാറ്റോ കറിയും വെക്കാമെന്ന്. അപ്പം ടൊമാറ്റോ കറി വെക്കാനായിട്ട് ടൊമാറ്റോയും അരിഞ്ഞ് സവാളയും പച്ചമുളകും അരിഞ്ഞിട്ട് ഞാനിതൊന്ന് വഴട്ടുക. നേരത്തെയൊക്കെ ചില സമയങ്ങളിൽ ഞാൻ എന്തോ ചെയ്യുന്നോ, ഇത് ഇച്ചിരി ഇത്രയും സാധനങ്ങളിൽ കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കും. എനിക്കതിനേക്കായി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ വഴട്ടിയെടുക്കുമ്പോഴാണ്. അപ്പോൾ ഞാനൊരു ഇച്ചിരിയും ഓയിലൊഴിച്ച് ഇതൊന്നിത്തിരി ഉപ്പൊക്കെ ഇട്ടൊന്ന് വഴട്ടിയെടുക്കട്ടെ. ഇച്ചിരി നേരം ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടും, നമ്മളതൊന്ന് ഇച്ചിരി നേരം ഒന്ന് അടച്ചിട്ടാൽ മതി. ഈ കറി എനിക്ക് മോര് കറി അത്ര താല്പര്യമില്ല, പക്ഷേ ഈ കറി എനിക്കിഷ്ടമാണ്, ഈ ടൊമാറ്റോ ചേർത്തുള്ള കറി. അപ്പം അതൊന്ന് ഇച്ചിരിയൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ തീ ഒന്ന് കുറച്ചിട്ട് അതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ടൊമാറ്റോ എടുത്ത് ചപ്പാത്തിക്ക് വേണ്ടി ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാമെന്ന് വെച്ച്. കാരണം അത് കുഞ്ഞ് ടൊമാറ്റോ ആയിരുന്നു, അത് ഒത്തിരി വെച്ചിരുന്നാൽ അത് നശിച്ചു പോകും. അതെന്നോട് ചോദിക്കാതെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. 2 ടൈപ്പ് ടൊമാറ്റോ ഉണ്ട്, ചിലത് ഇത്തിരി വലുതാണെങ്കിൽ അതിൻ്റെ തൊലിക്ക് ഇത്തിരി കട്ടിയുണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് കുഞ്ഞൻ ടൊമാറ്റോ ആയിരുന്നു, അത് ഇത്തിരി സോഫ്റ്റ് ആയതായിരുന്നു. അതുകൊണ്ട് ഇനിയും വെച്ചിരുന്ന പൈസ കൊടുത്ത് വാങ്ങിച്ചില്ല, നശിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു ഞാനെന്നാൽ ടൊമാറ്റോ ചട്നിയും കൂടെ ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പം ഞാൻ കടുക് ഇട്ട് പൊട്ടിച്ച് ഇത്തിരി സവാളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൊണ്ടൊന്ന് വഴട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ടൊമാറ്റോ ഒക്കെ ഇരുന്നൊന്ന് അരിഞ്ഞെടുത്തായിരുന്നു. ഇവിടെ ടൊമാറ്റോ ചട്നിയൊക്കെ പോളിനാണ് കൂടുതലും ഇഷ്ടം. അപ്പം ഞാൻ ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. അത് നമുക്കിപ്പം ചപ്പാത്തിക്കൊരു കൂട്ടാൻ, ചോറിനൊരു കൂട്ടാൻ. കഴിഞ്ഞ ദിവസം റീച്ചാനോട് പറയാം എന്തോ പറഞ്ഞോടാനെ, ഞാൻ പറഞ്ഞു അയ്യോ എന്താ ജോലിയാ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്താ ജോലിയാ, എന്തോ ഇത്ര ജോലി, 10 മിനിറ്റിൻ്റെ കാര്യമല്ല ഉള്ളത്, ഒരു കൂട്ടാൻ വെക്കാൻ എത്ര നേരം വേണം, എല്ലാം എന്നോട് എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിക്കുക. ഞാൻ പറഞ്ഞു എൻ്റെ റീച്ച ഒരു തോരൻ അരിയുവാണെങ്കിൽ നമ്മളത് അരിഞ്ഞ് അത് മാത്രം അരിഞ്ഞാൽ മാത്രം മതിയോ, പിന്നെ അതിനുള്ള തേങ്ങ എടുക്കണം, ഉള്ളി അരിയണം, അങ്ങനെ പല കാര്യങ്ങളല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ് എൻ്റെ അടുത്ത് പറയൂ അത്രയും സമയം. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ, സൺഡേ ഒരു ദിവസം ഉണ്ടെങ്കിലേ വൈകിട്ടെങ്കിലും നിങ്ങളൊന്ന് കിച്ചണിൽ കയറി ഒന്ന് ചെയ്യേ. ഞാൻ പറഞ്ഞ് റീച്ചാൻ ചില സമയത്ത് ഒരു ചായ ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കും റീച്ച, ഞാൻ ഇത്രയൊക്കെ ഞങ്ങൾ കമ്പ്യൂട്ടർ പോലല്ല ഞങ്ങൾ പെണ്ണുങ്ങൾ ചെയ്യുന്നത്. എന്നെ കളിയാക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. അയ്യോ ഇത്ര ജോലി എന്തുവാ, തുണി കഴുകണമെന്ന് പറഞ്ഞാൽ നീ അല്ലല്ല തുണി കഴുകുന്നത്, വാഷിംഗ് അല്ലേ തുണി കഴുകുന്നത്. ഞാൻ പറഞ്ഞാന്ന് വാഷിങ്ങാ തുണി കഴുകുന്നത്, അത് കഴിഞ്ഞ് തുണി വിരിപ്പും അത്രയും തുണികൾ മടക്കും, അതൊക്കെ ഒരു ജോലി, അതൊക്കെയാണ് സമയം പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇവന്മാർ 2 കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇത്രയും അടുക്കള ജോലി ചെയ്യുന്നത് എനിക്ക് ഇത്രയും ഭാരമില്ല, ഇവന്മാരുടെ പുറകെ ഓടുന്നതാണ് എൻ്റെ സമയം പോകുന്നത്. ഇതൊക്കെ കേട്ടാൽ ദേഷ്യം വരുമോ എന്തോ വരും, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അതിന് എനിക്കങ്ങനെ അത് അത്ര അങ്ങ് തമാശയായിട്ടും തോന്നത്തില്ല കേട്ടോ. ഞാനത് പിന്നെ നിങ്ങളങ്ങോട്ട് ചെയ്യുമ്പോൾ അറിയാം, ഞങ്ങൾ ചെയ്യുന്ന ബുദ്ധിമുട്ട് ഞങ്ങൾക്കറിയാമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഈ ടൊമാറ്റോയ്ക്കകത്ത് അരപ്പിന് വേണ്ടി തേങ്ങ, ജീരകം, 2-3 അല്ലി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ച് ചേർത്തേ. എന്നിട്ട് ഇതിലിച്ചിരി ഉലുവാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റിൽ ഇത്തിരി തൈരൊന്ന് ഉടച്ചൊന്ന് ചേർക്കുന്നുണ്ട്. ടൊമാറ്റോയ്ക്ക് പുളി നല്ലതായിട്ടുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല, ഇതിന് ഇത്തിരി പുളി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇച്ചിരി
തൈര് ഇങ്ങനെ ഉടച്ച് ചേർത്തതാണ്. ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് നന്നായിട്ട് അങ്ങ് കുറുകിക്കോളുവേ. ഇപ്പം ഇങ്ങനെ ലൂസായിട്ട് ഇരിക്കുന്നെങ്കിലും. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് നമ്മുടെ ടൊമാറ്റോ ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഇന്നെല്ലാം ടൊമാറ്റോ കളിയായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പയറൊക്കെ അരിഞ്ഞായിരുന്നു, അതൊന്ന് തോരൻ വെക്കാൻ. ഞാൻ ആ ടൊമാറ്റോ ഒരു പാത്രത്തിലാക്കിയിട്ട് ചീനച്ചട്ടി കഴുകിയതൊന്നുമില്ല, അതിൽ തന്നെ ഇച്ചിരി ഓയിലൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് പയർ അതിൻ്റെ അകത്തിട്ട്, അപ്പോൾ പയറിന് ആ ടൊമാറ്റോയുടെ മസാലയും കൂടെ പയറിൻ്റെ അകത്തായിട്ടുണ്ട്. അപ്പോൾ പയർ ഞാനവിടെ അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ കിടക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞുകൊണ്ട് പയർ തോരനും റെഡിയായി. ഇനി ലാസ്റ്റിൽ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തുണിയൊക്കെ കഴുകാനിട്ടായിരുന്നേ. അതിൻ്റെ ലാസ്റ്റിൽ ഇനിയും കടുകൂടെ നമുക്ക് കറിക്ക് വറുത്ത് ചേർക്കണം. ഇപ്പോൾ ആണെങ്കിൽ തുണി കഴുകിയാലും അവർ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഏത് സമയമാണ് അവർ പെയിൻറ്റിങ് ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ബാൽക്കണിയിൽ തുണി ഇടരുതെന്ന്. ചില ആൾക്കാരാണെങ്കിൽ ഈ പെയിൻ്റ് അടിക്കുന്ന ചിലരാണെങ്കിൽ ആ ജനലെ കൂടെയും ഗ്രില്ലേ കൂടെ നമ്മുടെ അടുത്ത് പറയും തുണി അവിടെ കിടക്കുകയാണെങ്കിൽ എടുത്ത് മാറ്റുന്നത്. എത്രമാത്രം മുറിക്കകത്തിട്ട് നമ്മൾ ഉണക്കുന്നത്, ഡെയിലി നമ്മൾ തുണി കഴുകുന്നതല്ലേ. അപ്പം കുറച്ച് നേരം ഒന്ന് വെളിയിൽ ഇടുവാണെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് ഉണങ്ങി കിട്ടത്തില്ലേ. ഇപ്പം മെനഞ്ഞാന്ന് വന്ന് പറഞ്ഞ് തുണി എടുത്ത് മാറ്റെന്ന് പറഞ്ഞിട്ട് അവരങ്ങും ചെയ്തേ ഒന്നുമില്ല, വേറെ സൈഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതൊരാകെ ടെൻഷനായിട്ടിരിക്കുക. ഗ്രൂപ്പിലിട്ട് ഇത് തീരുന്നിടം വരെ ബാൽക്കണിയിൽ ചട്ടി അതൊന്നും വെക്കരുതെന്ന്. എത്രമാത്രം എല്ലാം കൂടെ പെരയ്ക്കകത്തെടുത്ത് വെക്കും. അപ്പോൾ ഇവിടെ കടുകും ചേർത്ത് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കാണിക്കുന്നതെന്ന് പറയുന്നത് റേച്ചാനാണെങ്കിൽ ഇച്ചിരി ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരമാണ് സൺഡേ, വൈകുന്നേരമാണ് ഇവന്മാർക്ക് വേണമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, ഞാൻ പിന്നെ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു വേണ്ട മമ്മി ഞങ്ങൾ ഉണ്ടാക്കിക്കോളാമെന്നും പറഞ്ഞു. പിന്നെ എനിക്ക് ഞാനൊന്ന് വന്ന് നോക്കാൻ വന്നോണ്ട് ഏതാണ്ട് ഞാൻ ഉപയോഗിക്കാത്ത ചട്ടിയെ ഇവന്മാരെടുത്ത് ഉപയോഗിക്കുന്നത്. ഈ പാത്രം ഉള്ളായിരുന്നോ, വേറെ പാത്രം ഇല്ലായിരുന്നോ? ഞാൻ ഈ ഒരു പാർട്ട് എത്ര പ്രാവശ്യം ഇപ്പം ഡിലീറ്റ് ചെയ്തെന്നറിയാമോ? എനിക്ക് അത്രയ്ക്ക് ചിരി സഹിക്കാൻ വയ്യായിരുന്നു. ഞാൻ നോക്കിയോണ്ടേ ഇത് ഫ്രീസറിൽ ഇരിക്കുമല്ലായിരുന്നോ, ഒരെണ്ണം അങ്ങോട്ട് ഇട്ടോണ്ടേ ഇല്ല വെള്ളമയം കൊണ്ട് പടപടാ പൊട്ടിത്തെറിക്കുമല്ലേ. അപ്പോൾ രണ്ടവന്മാരൂടെ ആ അടുക്കളയിൽ നിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നോക്കിയോണ്ടേ കൊച്ചിനെയും തട്ടി ഇട്ടിട്ട് പോളോ, രണ്ടവന്മാരൂടെ തിരിവ്. ഈ വെള്ളം ഇത് തെറിക്കുന്ന കണ്ടേ രണ്ടവന്മാരൂടെ ഇട്ടിട്ട് ഒറ്റ ഓട്ടം. എനിക്കതാ കണ്ടിച്ചു, പിന്നെ ഞാനാ ഇട്ട് കൊടുത്തത്. ഇത് ഞാൻ നെയ്യൊക്കെ ഉണ്ടാക്കാൻ വെക്കുന്നതാണ്, ഇതെടുക്കരുത്, വേറെ എടുക്കണം. ഇത് ചിച്ചാടി ടീഷർട്ടാ. ആ ടീഷർട്ട് ഉണ്ടല്ലേ, എനിക്കാണെങ്കിൽ അത് കളയാനേ തോന്നുന്നില്ല. പോളിനത് ചെറുതായി, പക്ഷേ ഒരു കളറ് കുറേവോ ഒന്നുമില്ല. അപ്പോൾ ഞാനത് കഴിഞ്ഞ ദിവസം എന്തോ തുണി എടുക്കാൻ നേരം ഇത് കിട്ടിയ ഉടനെ ഞാൻ കുറേ ചെറിയ ഇവൻ്റെ ഈ പോളിൻ്റെ ചിലത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവന് കിട്ടിയതാണ്, അവനെടുത്തിട്ടതാണ് ഇപ്പം ഈ സമയം. പക്ഷേ ആളിന് കുഴപ്പമില്ല, ഒരു ഇച്ചിരി ലൂസാണ്. അപ്പം ഞാൻ ആദ്യത്തെ ഒരു ട്രിപ്പ് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. പിന്നെ ഇവൻ പറഞ്ഞ് പപ്പായെ വിളിച്ച്, അന്നേരം അവർ മൂന്നുകൂടെ ആകുമ്പോൾ റെഡി ആവുമല്ലോ. ഞാനല്ലേ ചെയ്യണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നത്. പപ്പ ഇതെല്ലാം ചെയ്യിപ്പിക്കുമല്ലോ ഇവന്മാരെ. അങ്ങനെ എല്ലാം വറുത്ത് ബാക്കിയെല്ലാം സെറ്റ് ചെയ്തിട്ട് എനിക്കും തിന്നാൻ കൊണ്ട് തന്ന്. അപ്പോൾ ടൊമാറ്റോ സോസൊക്കെ ഇട്ട് ഇതെല്ലാം അലങ്കരിച്ചത് അവന്മാർ രണ്ടുകൂടെ. ഇങ്ങനെയൊക്കെയുള്ള കിസ്മത്ത് പണികൾ പോളിന് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. അതിൻ്റെ കൂടെ അവനും കൂടിക്കോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.